ഈ പടത്തിന്റെ കഥ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കാട്ടിലാണ് കേട്ടോ. കാട് എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര കാട്, കേരള കർണാടക ബോർഡറിലുള്ള ആ ഒരു കാട്. പിന്നെ കുറെ പട്ടികളുടെ കളിയാണ് ഈ പടം. എന്റെ അമ്മോ, ഇവരിത് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. നമുക്കൊരു സിനിമ കണ്ടിട്ട് ഞാൻ സാധാരണ റിവ്യൂ പറയുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ പോരായ്മ ഞാൻ അതിന്റെ ഇൻസിഡന്റ് മൊത്തം പറയുന്നുള്ളതാണ്. പക്ഷെ ഇത് എവിടുന്ന് തുടങ്ങണം, ഈ പടം കണ്ടിട്ട് ഇത് എന്ത് പറയണമെന്നിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. കിഡിലായിട്ടുണ്ട്. ഞാൻ ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. മുജീബ് മജീദാണ് ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ ചങ്ങായി ഇല്ലേ, സ്കോർ ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ മെയിൻ സ്ട്രീം സിനിമയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സുഷിൻ ശ്യാമിനെ പറയും, അതുപോലെ തന്നെ ജേക്സ് ബിജോയെ പറയും. പക്ഷേ ഈ മുജീബ് മജീദിനെ നമ്മൾ അങ്ങനെ അധികം എവിടെയും അങ്ങനെ പറയാറില്ല. പക്ഷെ ഇയാൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളെല്ലാം നല്ല ലെവൽ കൂടിയ സാധനങ്ങളാണ്. ഈ പടം അങ്ങനെ തന്നെയാണ്. എന്ത് ലെവലാണ് ഈ പടം സ്കോർ ചെയ്ത് പോയിട്ടുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. പടമാകത്തുള്ളൂ 2 മണിക്കൂറേ ഈ പടമുള്ളൂ. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടുപോകും. അടുത്തത് ഈ പടത്തിന്റെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇപ്പൊ പറയാം, എഡിറ്ററുടെ പേരും പറയണ സൂരജാണ്. ഇതില് ഒരു ഷോട്ട് ഉണ്ട്, ഒരു ബൾബില്ലേ, ഒരു ലൈൻമാൻ ബൾബ് എടുത്ത് എറിയുന്ന ഒരു ഷോട്ട് ഉണ്ട്. എണ്ണം പറഞ്ഞ ഷോട്ട്. അത് ആ കട്ടിനാണ് പൈസ. ഏത് ലെവൽ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ളത് ശ്രീകുമാരനാണ് പടത്തിന്റെ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പിന്നെയും പറയേണ്ടി വരുന്ന പേര് റൈറ്ററുടെ പേര് തന്നെയാണ് കേട്ടോ. റൈറ്റർ തന്നെയാണ് ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിട്ടുള്ളത്. ഹെവി, ഒന്നും പറയാനില്ല. എന്താണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു 10 സിനിമ പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് ഈക്കോ ആയിരിക്കും. ഈ പടം ഒരിക്കലും മിസ്സാക്കരുത്. തിയേറ്ററിലൊന്നും ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത പടമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. രാവിലെ കയറുന്ന സമയത്ത് അധികം ഈ അലവലാതി ഓഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സമാധാനമായിട്ടിരുന്ന് കണ്ടൊരു പടമാണ്. നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര പടമാണ്. ഒരിക്കലും ഈ പടം മിസ്സാക്കാൻ വേണ്ടി പാടില്ല. മലയാളത്തിൽ 2025 ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് ഈക്കോ ആണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആദ്യത്തെ 10 എണ്ണത്തിലൊന്ന് ഈക്കോ ആയിരിക്കും. ഒരു കിടിലം പടം, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി സിനിമയിലെ ആക്ഷൻ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാലൊക്കെ വളരെ റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കാട്ടിനുള്ളിൽ കിടന്നിട്ടുള്ള അടിയും അതിന് വേണ്ടിയിട്ട് അവരെടുത്ത എഫേർട്ട് എല്ലാം സൂപ്പർ ആയിരുന്നു. ജിയോഗ്രഫി തന്നെ അങ്ങനത്തെ ഒരു കുറച്ചൊക്കെ വില്ലത്തരമുള്ള ജിയോഗ്രഫിയാണ്. നമ്മൾ ഈ വർഷം തന്നെ വന്ന ഹോളിവുഡ് പടമില്ലേ, എന്താണ് നമ്മുടെ ഡികാപ്രിയോയുടെ പടമില്ല, ആ ഡികാപ്രിയോയുടെ പടത്തിന്റെ ക്ലൈമാക്സിൽ ആ ജോഗ്രഫി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാകും. ആ ജോഗ്രഫിയാണ് അവിടെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. സെയിം തിങ് അത് തന്നെയാണ്. നമ്മൾ ഇലവീഴ പൂഞ്ചിറലെല്ലാം കണ്ടിട്ടില്ലേ, ആ ജോഗ്രഫി ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വില്ലനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ പടത്തിലും. ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഈ വന്ന പട്ടികളെല്ലാം നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുര്യച്ചനായിട്ട് അഭിനയിച്ച ആ ചെങ്ങായി സൗരഭ് സച്ചിദേവ, എന്റെ മോനെ, അയാളുടെ ഇതാണ് 2 കാലഘട്ടത്തിലുള്ള ആ ട്രാൻസ്ഫോർമേഷനും ഗംഭീരമായിരുന്നു കേട്ടോ. പ്രസന്റ് ടൈമിൽ അധികവും ഇല്ല, പക്ഷെ വന്ന സീനിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോ